എന്റെയൊക്കെ കുട്ടിക്കാലത്തെ ഓണായിക്കഴിഞ്ഞാൽ അമ്മ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കും. ഉണ്ണിയപ്പം, കൊഴലപ്പം, മച്ചപ്പം, മുറുക്ക്, അങ്ങനെ പല ടൈപ്പ് ഉണ്ടാക്കും കേട്ടോ. ഈ നമുക്കുണ്ടല്ലോ, ഓണമാണ്, ഓണ സീസണുമാണ്, നമ്മുടെ പിള്ളേർക്കെല്ലാം അവധിയുമാണ്. അവർക്ക് നമുക്ക് പഴയ പലഹാരം പുതിയ രുചിയിൽ ഉണ്ടാക്കി കൊടുത്താലോ. ആദ്യം തന്നെ നമുക്ക് നല്ല മധുരമുള്ള തേങ്ങാപ്പാൽ മുറുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് എടുത്തേക്കോണേ, 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നേരം നമുക്ക് ഇത് വറുത്തെടുക്കാം കേട്ടോ. ഒരു 10-12 വർഷം മുന്നേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൽ ഒരാൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ ഇത്. തമിഴ്നാട്ടുകാരാണേ. ഇത് കഴിച്ചപ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്. ഈ മുറുക്കിനാണെങ്കിൽ നല്ല മധുരമാണ്. അപ്പൊ പിന്നെ എനിക്ക് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നി. ഇപ്പൊ ഞാൻ ആളുടെ അമ്മേനെ വിളിച്ചിട്ട് അവരുടെ നിന്ന് റെസിപ്പി വാങ്ങിക്കുമായിരുന്നേ. ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ആ ചെറുപയർ പരിപ്പ് വറുത്ത് എടുത്തില്ലായിരുന്നു, അത് പൊടിച്ചതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2-3 ഏലക്കായും കൂടി എടുത്തിട്ട് അത് നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 2 പിഞ്ച് സോൾട്ടും പിന്നെ എള്ള്, വെള്ളെള്ളോ കറുത്തെള്ളോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതൊരു 1/2 സ്പൂണും പിന്നെ 1 സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നല്ല മധുരം വേണമെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ അല്ലേ ആഡ് ചെയ്തുള്ളൂ. ഒരു ലൈറ്റ് മധുരമായിട്ട് ഉണ്ടാവുള്ളൂ ഇതിന്. നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. എനിക്കിവിടെ കറക്റ്റ് 1 കപ്പ് തേങ്ങാപ്പാലാട്ടോ ആവശ്യം വന്നുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളുടെ അരിപ്പൊടിയുടെ ഒക്കെ ഇതനുസരിച്ചിട്ട് ഒന്ന് കൂടാനോ കുറയാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് നോക്കി ഒന്ന് ചെയ്താൽ മതി. ഇതിന്റെ പരുവം എങ്ങനെയാന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതേ രീതിയിൽ കുഴയ്ക്കുക. ഒരുപാട് സോഫ്റ്റ് ആവരുത്, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത് മാവ്. നമ്മൾ ഇന്നെ തൊടുമ്പോഴത്തേക്കും താഴോട്ടാവുകയും ചെയ്യണം. നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാനും പാടില്ല. അതാണ് അതിന്റെ പരുവോട്ടോ. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പത്തിന്റെ അച്ചെടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ അവിടെ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് നമുക്ക് മാവിട്ട് കൊടുക്കാം. ഈ ചെറിയ ടൈപ്പ് അച്ചാട്ടോ നമ്മൾ തേങ്ങാപ്പാൽ മുറുക്കിന് ഉപയോഗിക്കുന്നത്. നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളു വേകാൻ വേണ്ടിയിട്ട് ഈ എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ മുറുക്ക് ചുറ്റിയിടുന്ന സമയത്ത് എണ്ണ ഏറ്റവും ലോയിലാക്കി വെച്ചിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ നമുക്ക് 2 പീസ് മാവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് വരുവാണെങ്കിൽ എണ്ണ നല്ലതായിട്ട് ചൂടായെന്നാണ് അർത്ഥം. അപ്പൊ തന്നെ നമ്മൾ തീയ് ലോ ഫ്ലെയിമിലായിട്ട് ആക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ മാവിട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളു വേഗത്തുമില്ല. എന്നിട്ട് നമ്മൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കണം. ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡ് മറിച്ചിട്ട് ആ സൈഡും വേവിച്ചെടുക്കുക. എന്നിട്ട് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു മിനിറ്റ് മുന്നേ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി ഇത് എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വാങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എണ്ണയും പിടിക്കില്ല, നല്ല കറുമുറാന്നുള്ള മുറുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ, ഒരു തുള്ളി എണ്ണ കുടിച്ചിട്ടുമില്ല, നല്ല കളറിൽ നമുക്ക് മുറുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്ത് കോരാം. പിന്നെ ഉണ്ടല്ലോ, ഈ മുറുക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് വറുത്ത് പൊടിക്കുന്നതിന് പകരം ഉഴുന്നുപരിപ്പ് വറുത്ത് പൊടിച്ചും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിച്ച മുറുക്ക് ചെറുപയർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ആ റെസിപ്പി ആട്ടോ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്റെ നൈബറും ഒരു തമിഴ് കുട്ടിയാണ്, അവൾ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുപരിപ്പ് വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടില്ല. രണ്ടും ഏകദേശം നല്ലതാണ്, ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയതാണ്, നല്ല കറുമുറാന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ചെറു മധുരം ആട്ടോ ഇതിനുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ മധുരം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരം കിട്ടും കേട്ടോ. നമുക്ക് സമയം കളയണ്ട, നമുക്ക് അടുത്ത റെസിപ്പിയിലായിട്ട് പോകാം. ചീട, കളിയടക്ക എന്നൊക്കെ പറഞ്ഞ് ഓണത്തിന് ഉണ്ടാക്കുന്ന പലഹാരമല്ലേ, അത് സാധാരണ നമ്മൾ ഇരുപോട് ഉണ്ടാക്കാറില്ലല്ലോ. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കാന്താരി ചീടയാണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ 1 കപ്പ് വെള്ള അരിപ്പൊടിയും 1 കപ്പ് ഇങ്ങനെ ഈ ശ്രീലങ്കൻ പൊടിയാണ്. ഇത് അരിപ്പൊടി തന്നെയാണ്, പക്ഷെ ഇത് ചുമന്ന കളർ അരിപ്പൊടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ മറ്റേ വൈറ്റ് അരിപ്പൊടി തീർന്നുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തതേ ഉള്ളേ. 2 അരിപ്പൊടിയുടെയും ടേസ്റ്റ് ഒരുപോലെയാണ് കേട്ടോ. ഒരു പ്രശ്നം വരെ ചീടയ്ക്ക് ചെറുതായിട്ടൊരു കളർ മാറുമെന്നുള്ളേ, അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇതിലോട്ട് 1 സ്പൂൺ എള്ളും, അത് കറുത്തായാലും വെളുത്തായാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 1 കപ്പ് തേങ്ങ ചിരകിത് ഇട്ട് കൊടുക്കുക. ഒരു 5-6 കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കാന്താരി ഇട്ട് കൊടുക്കുക. ഞാൻ കാന്താരിയുടെ അളവ് പറയുന്നില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കഴിക്കണമെങ്കിൽ കാന്താരി വളരെ കുറച്ചിട്ടാൽ മതി. അല്ല അത്യാവശ്യം നല്ല എരിവ് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ആ എരിവിനനുസരിച്ചുള്ള കാന്താരി ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്, മൊത്തം പേസ്റ്റ് ആയിട്ടല്ല, തരുതരൂന്ന് ഒന്ന് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വന്നാൽ മതി. അരയ്ക്കുമല്ല, ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം.
എന്നിട്ട് നമുക്കിത് മാവിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് അരയ്ക്കാൻ നേരത്ത് നമ്മൾ വെള്ളം ഒഴിക്കില്ലേ, അത് 2 ടേബിൾ സ്പൂണിൽ കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാട്ടോ നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. മാവിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് കുഴക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആയിട്ടാണ് കുഴക്കേണ്ടത്. അത് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങൂലേ മാവ്, ആ രീതിയിൽ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ചീട എണ്ണയിലിട്ട് ഇടുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും. പക്ഷെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിലിട്ട് ഒട്ടിപ്പിടിക്കാൻ പോകുന്ന രീതിയിലുണ്ടല്ലോ, ആ രീതിയിൽ, ആ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇത് കണ്ടോ, മാവ് മൊത്തത്തോടെ നമ്മളിങ്ങനെ ഉരുട്ടി വെച്ചിട്ടില്ലേ, അങ്ങനെ ഉരുട്ടി വെക്കാനും പറ്റും. എന്നാലും നമുക്കൊന്ന് എടുത്തു നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റും ആയിരിക്കും, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ സോഫ്റ്റും ആയിരിക്കും. അതാണ് അങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടത്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. കോഴിമുട്ട പോലെ പല പല സൈസിലാവരുത്, ഏകദേശം എല്ലാം ഒരേ സൈസിലാവാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പലതും പല വേവായി പോകും. നമുക്ക് എണ്ണ ചൂടായെന്ന് നോക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്യണം. അല്ല എങ്കിൽ നമ്മൾ വറുത്ത് കോരുന്ന സമയത്ത് കിലു സൗണ്ട് ഒക്കെ വരും, പക്ഷെ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതൊന്ന് തണുത്തു പോകും. അതുകൊണ്ട് ഏറ്റവും ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാൻ നോക്കണം. ഇത് മുറുക്കൊക്കെ വേവിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടൂല കേട്ടോ. കുറച്ചധികം സമയം എടുത്ത് തന്നെ ഇത് കുക്ക് ചെയ്യണേ. ലോ ഫ്ലെയിമിൽ കുറച്ചധികം സമയം എടുത്ത് കുക്ക് ചെയ്താൽ മാത്രമാണ് ഇത് നല്ല കറുമുറൂന്ന് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മാത്രം കറുമുറൂന്നിരിക്കും, പിറ്റേ ദിവസം ആകുമ്പോൾ അതിന്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല, അപ്പൊ അത് പെട്ടെന്ന് തണുത്തു പോകും. ചീട എണ്ണയിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഇളക്കാൻ നിൽക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാട്ടോ നമ്മളൊന്ന് ഇളക്കാമുള്ളൂ, അല്ലെങ്കിൽ അത് അപ്പൊ തന്നെ പൊടിഞ്ഞു പോകും. 2-3 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് ഇളക്കുമ്പോൾ എല്ലാം പതുക്കെ വിട്ട് വരും കേട്ടോ. നമ്മൾ ചെറു തീയിലിട്ടല്ലേ വേവിക്കുന്നത്, അപ്പൊ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴാണ് നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ശ്രദ്ധിച്ചോ, ഓയിൽ ഇപ്പൊ ഒന്ന് സൈലന്റ് ആയിട്ടുണ്ട്, കാരണം ആ കൊമ്പിളൊക്കെ വരണം നിന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ചീടയുടെ. അപ്പൊ ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവേ. അതൊക്കെ ഇതിന്റെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാട്ടോ. ഇതിന്റെ കളർ കുറച്ച് റെഡ് കളറോടെ ഉണ്ടാവും, കാരണം നമ്മുടെ അരിപ്പൊടി വേറെ ആണല്ലോ. അപ്പൊ ഇതിന്റെ കളർ മാറി ലൈറ്റ് ബ്രൗണിലോട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇത് കോരി എടുക്കാട്ടോ. നമുക്കൊന്ന് ഇളക്കി നോക്കുമ്പോ ഇങ്ങനെ കിലു സൗണ്ട് കേൾക്കാൻ പറ്റുവേ. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കി ഞാൻ കോരി എടുത്തിട്ടുണ്ട്. കഴിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ എരിവും ഉപ്പും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എരിവിന്റെ അളവ് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ബാക്കി എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.